ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ സെഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഏറ്റവും നല്ല ട്രേഡ് ഇങ്ങനത്തെ മാർക്കറ്റിൽ ഏതാണെന്ന് അറിയാമോ? ബേസിക്കലി 2 to 5 days ട്രേഡ് ആണ്. കാര്യം സ്റ്റോക്കിൽ കയറി വിത്തിൻ 2 days, വിത്തിൻ 3 days or മാക്സിമം 5 daysനുള്ളിൽ നമ്മൾ സ്റ്റോക്കിൽ നിന്ന് ഇറങ്ങുക ശരിക്കും. അതാണ് വോളറ്റിലിറ്റി. കാര്യം ട്രംപ് വരുന്നതോടുകൂടി ട്രേഡ് വാർ സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി മാർക്കറ്റ് വോളറ്റിലിറ്റി കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇങ്ങനത്തെ ഒരു അൺസർട്ടൺ മാർക്കറ്റിൽ എനി മാർക്കറ്റിലും ഞാൻ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ട്രേഡ് 2 to 5 days ട്രേഡ്, പ്രോ ട്രേഡ് എന്ന് പറയും ശരിക്കും. സോ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന 21 സെഷൻ പ്രോ ട്രേഡ്, അതുപോലെ തന്നെ മൾട്ടി ബാഗർ ഫണ്ട് അനാലിസിസ്, അതുപോലെ ഷോർട്ട് സ്വിംഗ് ട്രേഡ് എന്നുള്ള ആ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. കംപ്ലീറ്റ് പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആണ്. നമ്മൾ പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ആണ് ബേസിക്കലി. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു ട്രേഡർ കാണാത്ത ലെവൽ, സട്ടിൽ ലെവൽ എന്ന് പറയും. സട്ടിൽ ലെവലാണ് നമ്മൾ കംപ്ലീറ്റ് ആക്ഷൻ പ്ലാൻ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സാധാരണ ആൾക്കാർ ബ്രേക്ക് ഔട്ടിൽ കയറുന്ന സമയത്ത് നമ്മൾ ആ സ്റ്റോക്ക് ഇറങ്ങുക ചെയ്യുന്നത്. ഇതാണ് ബേസിക്കലി 2 to 5 days ട്രേഡിന്റെ നട്ട്ഷെൽ ഓഫ് അതിന്റെ ബേസിക് ഫിലോസഫി. താങ്കൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ prosif23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ അയച്ചിരുന്നതായിരിക്കും. ഇന്നത്തെ ഡീറ്റെയിലേക്ക് കിടക്കാം. ഫാസ്റ്റർ റിട്ടേൺ ആണ് താങ്കൾ മാർക്കറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എങ്കിൽ അതിനുള്ള ഒരു വീഡിയോ, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ബെസ്റ്റ് ഫണ്ട ഇംപ്രൂവ്മെന്റ് ഉള്ള കമ്പനികൾക്ക് കണ്ടിന്യൂസ് ട്രെൻഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കണ്ടിന്യൂസ് ട്രെൻഡ് ചെയ്യുന്ന സ്റ്റോക്കൊക്കെ കണ്ടിന്യൂസ് ട്രെൻഡിന്റെ ഫേസിൽ നിന്ന് മാറി ഏതാനും ദിവസങ്ങളിലേക്ക് സൂപ്പർ ട്രെൻഡ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറാൻ സാധിക്കത്തുള്ളൂ. ഈ സൂപ്പർ ട്രെൻഡ് ഫേസിലാണ് ഏത് സ്റ്റോക്ക് ആണെങ്കിലും ഹയസ്റ്റ് റിട്ടേൺ കൊടുക്കുന്ന ഫേസ്. ഈ സൂപ്പർ ട്രെൻഡ് സ്റ്റോക്കുകൾ നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇതിനടുത്ത് 3 ഫിലോസഫി ഉണ്ട്. ഒന്നാമത്തെ ഫിലോസഫി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ടോപ്പ് ഫണ്ട, സ്ട്രോങ് ആയിട്ടുള്ള ടോപ്പ് വിസിബിലിറ്റി ഉള്ള എക്സലന്റ് ആയിട്ടുള്ള ടെയിൽ വിൻസ് ഉള്ള സ്റ്റോക്കുകളാണ് കണ്ടിന്യൂസ് ട്രെൻഡിൽ പോകുന്നത്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനത്തെ സ്റ്റോക്കുകൾക്കാണ് ട്രെൻഡിൽ നിന്നും സൂപ്പർ ട്രെൻഡ് സോണിലേക്ക് കടക്കാൻ സാധിക്കുന്നത്. ആ സൂപ്പർ ട്രെൻഡ് സോണിൽ ആണ് സ്റ്റോക്കുകൾ ഫാസ്റ്റർ റിട്ടേൺ, ഏതാനും ദിവസങ്ങളിൽ സ്റ്റോക്കുകൾ ഫാസ്റ്റർ റിട്ടേൺ കൊടുക്കുന്നത്. രണ്ടാമത്തെ ഫിലോസഫി, സൂപ്പർ ട്രെൻഡ് സോണിൽ ശ്രദ്ധിക്കേണ്ട വലിയൊരു ഫിലോസഫി, ഓരോ ഹയർ ഹൈയും പ്രീവിയസ് ഹൈയെക്കാട്ടിലും മുകളിലായിരിക്കണം. മൂന്നാമത്തെ കാര്യം, ഓരോ ബൗൺസും തിരിച്ച് ട്രെൻഡിലേക്കുള്ള ഓരോ ബൗൺസും ഫാസ്റ്റർ റിജക്ഷനിലേക്ക് വരണം. ശരിക്കും ബൗൺസ് ചെയ്യുന്നു, റിജക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ബൗൺസ് ചെയ്യുന്നു, സൂപ്പർ ആയിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നു. ഇത് 3 ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ മുമ്പിൽ മഹാരാഷ്ട്ര സീംലെസ്സിൻ്റെ ചാർട്ടാണ്. 1 year ബാക്കിലുള്ള ചാർട്ടാണ്. സംതിങ് അറൗണ്ട് 2023 ഓഗസ്റ്റ് മുതൽ 2023 ഡിസംബർ വരെയുള്ള ചാർട്ടാണ്. ഒരു കൊല്ലം മുമ്പിലത്തെ ചാർട്ടാണ്. 4 hours ടൈം ഫ്രെയിമാണ്. ഞാൻ എപ്പോഴും 4 hours ടൈം ഫ്രെയിമിൽ എൻട്രി എക്സിറ്റ് കൂടുതലായിട്ട് ട്രേഡ് ചെയ്യുന്ന വ്യക്തിയാണ്. കാരണം ഡേയെക്കാട്ടിലും നല്ല ക്ലാരിറ്റി 4 hours തരാൻ സാധിക്കും. നമ്മളിവിടെ ചെയ്യുന്നത് പ്രത്യേകിച്ച് 2-3 കാര്യങ്ങൾ ഇതിൻ്റെ ബേസിക്സ് ആണ്. ആദ്യത്തെ ബേസിക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ട്രെൻഡ് സോണിൽ നമുക്കെപ്പോഴും ട്രെൻഡ് ലൈൻ വരയ്ക്കണം. ഈ ട്രെൻഡ് ലൈൻ്റെ ആംഗിൾ സാധാരണ 45 degree to 60 degree ആയിരിക്കും. നോർമലി ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 45 degree to 60 degree ആയിരിക്കും ആംഗിൾ. ഈ ട്രെൻഡ് ലൈൻ്റെ ആംഗിൾ മുകളിലേക്ക് പോകുന്തോറും ട്രെൻഡിലുള്ള വ്യത്യാസങ്ങൾ, ട്രെൻഡ് കൂടി വരുന്ന കാഴ്ചയാണ് നമുക്ക് സ്റ്റോക്കിൽ കാണാൻ പറ്റുന്നത്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഓരോ ഹൈയും ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ഹൈയും, ഇതൊരു ഹൈ ആണെങ്കിൽ ഈ ഹൈ എന്ന് പറയുന്നത് പ്രീവിയസ് ഹൈയെക്കാട്ടിലും മുകളിലായിരിക്കണം. നിങ്ങൾ ഇവിടുത്തെ 3 ഹൈ നോക്കൂ. ഈ ഹൈ ഇതിനേക്കാളിലും മുകളിലാണ്, ഈ ഹൈ ഇതിനേക്കാളിലും മുകളിലാണ്. പുതിയ ഹൈ എന്ന് വെച്ചാൽ ഇതാണ് പുതിയ ഹൈ. ഈ ഹൈ എന്ന് പറയുന്നത് തൊട്ട് മുമ്പത്തെ ഹൈയെക്കാട്ടിലും മുകളിലാണ്. അത് കഴിഞ്ഞുള്ള പുതിയ ഹൈ, ആ ഹൈ തൊട്ട് മുമ്പത്തെ ഹൈയെക്കാട്ടിലും മുകളിലാണ്, ഈ ഹൈയെക്കാട്ടിലും മുകളിലാണ്. അങ്ങനെ ഓരോ ഹൈസും മുകളിലായിക്കൊണ്ടിരിക്കണം. ഇത് 3 പ്രത്യേകിച്ചുള്ള നിയമങ്ങൾ. സോ 4 hours ടൈം ഫ്രെയിമാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഫസ്റ്റ് വി ഹാവ് ടു ഡ്രോ ദി ട്രെൻഡ് ലൈൻ. ആക്ച്വലി എങ്ങനെയാണ് ട്രെൻഡ് പോകുന്നത്? ട്രെൻഡ് സ്റ്റോക്സ് മാത്രമേ ഉള്ളൂ ഈ ഒരു വ്യത്യാസം വരുന്നത്. സോ ഇവിടുത്തെ ട്രെൻഡ് നോക്കും നിങ്ങൾ. സ്റ്റോക്ക് സംതിങ് അറൗണ്ട് ഒരു 60 degree റേഞ്ചിലാണ് ഈ ട്രെൻഡ് ലൈൻ ഞാൻ വരച്ചിരിക്കുന്നത്. ട്രെൻഡ് ചെയ്തു, ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തു, തിരിച്ചു കയറി, അങ്ങനെ ആ ലെവലിലാണ് സ്റ്റോക്ക് പോയിരിക്കുന്നത്. ട്രെൻഡ് ലൈൻ കുറച്ചുകൂടെ നമുക്ക് ചേർത്ത് വരയ്ക്കാം. ദിസ് ഇസ് ബെറ്റർ, ഇത് കറക്റ്റാണ്. അതിനുശേഷം വന്ന പുതിയ ട്രെൻഡിൽ സ്റ്റോക്കിൻ്റെ ട്രെൻഡ് മാറി. ദാറ്റ് മീൻസ് ഈ ട്രെൻഡ് ലൈൻ സംതിങ് അറൗണ്ട് 60 degree വരെ ഉള്ളെങ്കിലും പുതിയ ട്രെൻഡ് വന്നിട്ട് സംതിങ് അറൗണ്ട് 70-75 ഡിഗ്രിയിലേക്ക് മാറി. ഇതാണ് സൂപ്പർ ട്രെൻഡിങ് സോൺ. ഈ സോണിനെ പറയുന്നത് സൂപ്പർ ട്രെൻഡിങ് സോൺ. ആക്ച്വലി ആദ്യം പറഞ്ഞ സോൺ ഇതാണ് ട്രെൻഡിങ് സോൺ. ഇപ്പോൾ ട്രെൻഡിങ് സോണിൽ നിന്ന് സ്റ്റോക്ക് സൂപ്പർ ട്രെൻഡ് സോണിലേക്ക് മാറുമ്പോൾ ആണ് സ്റ്റോക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുക്കുന്നത്. ഹ്യൂജ് റിട്ടേൺ കൊടുക്കുന്നത്. നമുക്കിവിടെ നോക്കാം. നമ്മൾ ഈ രണ്ട് നമുക്കത് കളഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് നമുക്കൊന്ന് നോക്കാം എന്ത് റിട്ടേൺ കൊടുത്തത് നമുക്കൊന്ന് നോക്കാം. കുറച്ചുകൂടെ ഞാൻ ചേർത്ത് കാണിക്കാം. സോ ഈ ലെവലിൽ സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് 658 ആയിരുന്നെങ്കിൽ സ്റ്റോക്ക് ഈ ലെവലിൽ എത്തിയപ്പോഴേക്കും സ്റ്റോക്ക് 1070 എത്തി. സംതിങ് അറൗണ്ട് 400 രൂപ, സംതിങ് അറൗണ്ട് ക്ലോസ് ടു 70% റിട്ടേണാണ് കൊടുത്തത്. ആൻഡ് ഷോർട്ടസ്റ്റ് സ്പാൻ ഓഫ് ടൈം
ഇത് ഒക്ടോബർ 26 മുതൽ സംതിങ് അറൗണ്ട് ഡിസംബർ 4 വരെ. സോ ഹാർഡ്ലി 2 മാസം ഇല്ല. സോ സംതിങ് അറൗണ്ട് 40 ട്രേഡിംഗ് ഡേ എന്ന് കൂട്ടിക്കോ. വിത്തിൻ 40 ട്രേഡിംഗ് ഡേയിൽ സ്റ്റോക്ക് കൊടുത്ത റിട്ടേൺ ക്ലോസ് ടു 65-70% ആണ്. സോ നമ്മൾ ആദ്യം കണ്ടത് ട്രെൻഡ് ആദ്യം വരയ്ക്കണം. ആ ട്രെൻഡ് കണ്ടിന്യൂസ് ആയിട്ട് എന്താ പറയണ്ടേ, ഈ ട്രെൻഡ് ലൈനിൽ നിന്നും താഴെ, ശരിക്കും പറഞ്ഞാൽ ട്രെൻഡ് ലൈൻ കട്ട് ചെയ്ത് അധികം താഴെ പോകാതെ, മേ ബി ഒരു ക്യാൻഡിലൊക്കെ താഴെ പോകാം. ഈ ലെവൽ ഒരു ക്യാൻഡിലൊക്കെ താഴെ പോകാൻ സമയം ട്രെൻഡ് ലൈൻ 1 ക്യാൻഡിൽ താഴെ പോകാം, അല്ലെങ്കിൽ ഒരു 2 ക്യാൻഡിൽ താഴെ പോയിട്ട് ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിൽ തിരിച്ചു കയറാം. അതൊക്കെ സംഭവിക്കാം, 1-2 കേസിൽ മാത്രം. കൂടുതൽ സംഭവിച്ചാൽ ട്രെൻഡിൻ്റെ വീക്ക്നെസ്സിനെ കാണിക്കുന്നത്. സോ ഈ ട്രെൻഡിൽ സ്റ്റോക്ക് പോയതിനു ശേഷം ആ ട്രെൻഡിൻ്റെ ഹയസ്റ്റ് പേസിൽ സൂപ്പർ ട്രെൻഡിലേക്ക് കയറുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ട്രെൻഡ് ലൈൻ്റെ ആംഗിൾ വ്യത്യാസം വരും. ആംഗിൾ കൂടുന്നതനുസരിച്ച് ട്രെൻഡിലുള്ള വ്യത്യാസമാണ് വരുന്നത്. ആംഗിൾ നിങ്ങൾ നോക്കണം, ഈ ഒരു ആംഗിളിൽ അല്ല ട്രെൻഡിൽ വരുന്ന വ്യത്യാസം സ്ട്രോങ് ആയിരിക്കും. ആംഗിൾ കൂടുന്തോറും സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കും. ആംഗിൾ കൂടുന്തോറും ട്രെൻഡിൻ്റെ സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ക്യാച്ച് ചെയ്യേണ്ടത് ട്രെൻഡിലുള്ള സ്റ്റോക്ക് ആയിരിക്കണം, പിന്നെ ട്രെൻഡിൽ നിന്നും സൂപ്പർ ട്രെൻഡിലേക്ക് തിരിയുന്ന സ്റ്റോക്ക് ആയിരിക്കണം. മൂന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ലേറ്റസ്റ്റ് ഹൈയും പഴയ ഹൈയെക്കാട്ടിലും മുകളിലായിരിക്കണം. ഇത് വളരെ ക്രിട്ടിക്കലായ ഫാക്റ്റാണ്. നാലാമത്തെ കാര്യം ട്രെൻഡ് ലൈനിൽ തന്നെ ശ്രദ്ധിക്കണം. നാലാമത്തെ കാര്യം സ്റ്റോക്ക് ട്രെൻഡ് ലൈൻ കട്ട് ചെയ്ത് ഒരു ക്യാൻഡിലൊക്കെ താഴെ പോകും, അല്ല മാക്സിമം 2 ക്യാൻഡിൽ താഴെ പോകും. 2 ക്യാൻഡിൽ താഴെ പോകുമ്പോഴുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, ഹ്യൂജ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിലിൽ തിരിച്ചു കയറണം. അവസം 2, 3, 4, 5, 6 ക്യാൻഡിൽ താഴെ പോകുമ്പം ട്രെൻഡിൻ്റെ വീക്ക്നെസ്സിനെ കാണിക്കുന്നത്. ഇവിടെ നോക്കും, ഈ ലെവൽ വന്നതിന് ശേഷം നിങ്ങൾ നോക്കും എന്താ ഇവിടെ സംഭവിച്ചത്. സ്റ്റോക്ക് പല ക്യാൻഡിൽസ് താഴെ പോയി. നമ്മൾ ഈ ട്രെൻഡ് ലൈൻ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുവാണെങ്കിൽ ഈ ട്രെൻഡ് ലൈനെ കട്ട് ചെയ്ത് താഴെ പോയിട്ട് ഇത്ര ക്യാൻഡിൽ താഴെ പോയി നോക്കാം. ഇങ്ങനത്തെ ഒരു സെനാറിയോയിൽ എന്താ സംഭവിക്കുന്നത്, ട്രെൻഡിൻ്റെ വീക്ക്നെസ് സംഭവിക്കും. നമ്മുടെ പോലെ ബാലു ഫോർജിൻ്റെ ചാർട്ടാണ്, പഴയ ചാർട്ടാണ്, സംതിങ് അറൗണ്ട് ജൂൺ 6 മാസം മുമ്പിലത്തെ ചാർട്ടാണ്. സോ ഫസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ഈ ലെവലിൽ ഫസ്റ്റ് ട്രെൻഡ് പോയി. ഫസ്റ്റ് ട്രെൻഡ് ലൈൻ നമ്മൾ ഈ ലെവലിൽ വെച്ചു. അതിനുശേഷം എന്താ സംഭവിച്ചാൽ ട്രെൻഡ് ചേഞ്ച് വന്നപ്പോൾ എന്താ സംഭവിക്കുന്നത്, റിട്ടേൺ ഹ്യൂജായി. അതിനുശേഷം മൂന്നാമത്തെ ട്രെൻഡ് ചേഞ്ച് ഇത് ഇവിടെ കൊടുത്തു. അപ്പോൾ 3 ലെവൽ ഓഫ് ആംഗിൾസ് വ്യത്യാസം നമുക്ക്. ആദ്യത്തെ ആംഗിൾ സംതിങ് അറൗണ്ട് 45-50 ഡിഗ്രി ആണെങ്കിൽ, രണ്ടാമത്തെ ആംഗിൾ ഒരു 10 ഡിഗ്രിയും കൂടെ കയറിയ ആംഗിളാണ്. മൂന്നാമത്തെ ആംഗിൾ അതിനേക്കാളും കയറി. സോ ഇത് സംതിങ് അറൗണ്ട് 45 ആണെങ്കിൽ ഇതൊരു 55 ആയിട്ട് കൂട്ടാൻ പറ്റും, ഇതൊരു 60 ആയിട്ട് കൂട്ടാൻ പറ്റും. അപ്പോൾ ആംഗിൾ വ്യത്യാസം അനുസരിച്ച് റിട്ടേണിൽ വ്യത്യാസം വരും. ഈ ലെവലിൽ നമ്മൾ നോക്കാൻ നേരത്ത് ഈ ഒരു ലെവലിൽ നിന്നും ഈ ലെവലിലുള്ള റിട്ടേൺ ആയിരിക്കത്തില്ല. ഈ ഒരു ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മൾ ഇവിടെ ഒരു റിട്ടേൺ. ദാറ്റ് മീൻസ് ഈ ഒരു സോൺ മുതൽ ആ ആംഗിൾ കൂടിയ ആംഗിളിലേക്ക് വരണം. ഈ ആംഗിൾ വരെയുള്ള റിട്ടേൺ എന്ന് വെച്ചാൽ ഹ്യൂജ് ആണ്. സപ്പോസ് നിങ്ങൾ ഇവിടുത്തെ ക്ലോസിംഗ് നോക്ക്. സോ 469 ടു സ്റ്റോക്ക് 849 കൊടുത്തു. സോ ക്ലോസ് ടു 2x അടുത്ത് കൊടുത്തു. എത്ര ദിവസം കൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഓഗസ്റ്റ് 24 മുതൽ ഓഗസ്റ്റ് 26 വരെ സംതിങ് അറൗണ്ട് 15 ട്രേഡിംഗ് ഡേ, ഹാർഡ്ലി 15 ട്രേഡിംഗ് ഡേയിൽ സ്റ്റോക്ക് സംതിങ് അറൗണ്ട് 80-90% റിട്ടേൺ ആണ് കൊടുത്തത്. കാര്യം എന്താ, ആംഗിൾ ട്രെൻഡ് വ്യത്യാസം അനുസരിച്ച് സ്റ്റോക്കിൻ്റെ ആംഗിൾ വ്യത്യാസം അനുസരിച്ച് സ്റ്റോക്കിലെ ട്രെൻഡിൽ ഇവിടുന്ന് വീണ്ടും ഒരു ആംഗിൾ നമുക്ക് വീണ്ടും ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റും. ഫ്രം ദിസ് ലെവൽ പുതിയ ആംഗിളിലേക്ക് വരാക്കാം. ഇതാണ് പുതിയ ആംഗിൾ. നോക്കൂ എന്തുമാത്രം ട്രെൻഡ് ലൈൻ വ്യത്യാസം വന്ന് നോക്കാം. ആദ്യത്തെ 45 ഡിഗ്രി, അടുത്ത 50 ആംഗിൾ, 55 ആംഗിൾ 60 ഡിഗ്രിയിലേക്ക് മാറി. സോ 45 നിന്ന് 60ലേക്ക് മാറുമ്പം സ്റ്റോക്കിൽ നിന്നുള്ള റിട്ടേൺ ഹ്യൂജായിട്ട് വ്യത്യാസം വരും. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അതിനോടൊപ്പം തന്നെ ഓരോ ഹൈസും പ്രീവിയസ് ഹൈയേക്കാളും മുകളിലായിരിക്കണം. ഇതൊരു പുതിയ ഹൈ ആണെങ്കിൽ ഇത് പ്രീവിയസിനേക്കാളും മുകളിലാണ്, ഇത് പുതിയ ഹൈ ആണെങ്കിൽ ഇത് പ്രീവിയസിനേക്കാളും മുകളിലാണ്, ഇതാണ് പ്രീവിയസ് അതിനേക്കാളും മുകളിലാണ്. സോ ഇതൊരു പുതിയ ഹൈ ആണെങ്കിൽ ഈ ഹൈ പ്രീവിയസ് ഹൈക്കാളും മുകളിലാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, സൂപ്പർ ട്രെൻഡിങ് ഫേസ് ഒരിക്കലും കുറേ നാൾ നിൽക്കില്ല. അത് കുറച്ച് നാളത്തേക്ക് മാത്രമേ പെർസിസ്റ്റ് ചെയ്യത്തുള്ളൂ. ആ സമയത്തിൽ നമ്മുടെ ട്രേഡ് ഷോർട്ടർ സ്പാൻ ഓഫ് ടൈമിൽ നമ്മൾ ട്രേഡിൽ കയറി ഇറങ്ങാവുന്നതാണ്. ആസ് എ സ്മാർട്ട് ട്രേഡർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം. ഫ്രണ്ട്സ്, താങ്കൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറേ ഷോകളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് വഴങ്ങത്തുള്ളൂ. സോ പ്രാക്ടീസ് ചെയ്യുക ആൻഡ് മേക്ക് ഇറ്റ് പെർഫെക്റ്റ്. മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടുകൂട്ടാം. സൈനിങ് ഓഫ്.